അമേരിക്കയെ ഭയന്ന് റഷ്യൻ എണ്ണ വാങ്ങൽ നിർത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങളുടെ തലക്കെട്ട്. സത്യത്തിൽ ഇത് സംഭവിക്കുന്നുണ്ടോ? സംഭവിക്കുന്നില്ല. ഇന്ത്യ റഷ്യ അകറ്റാൻ തയ്യാറല്ല. ഒരു തരത്തിലും 100 അമേരിക്ക കൈവച്ച് തന്നാലും ഒരു റഷ്യയ്ക്ക് വേണ്ടി നമ്മൾ അമേരിക്കയെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ റഷ്യയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല. അങ്ങനെ ഇന്ത്യയുടെ ഒരു നയം അതാണ്. അപ്പോൾ അമേരിക്ക മാറിപ്പോകില്ലേ? അങ്ങനെയല്ല. അമേരിക്കയ്ക്ക് ഈ കരാർ അമേരിക്കയുടെ ആവശ്യമായിരുന്നു. ഇന്ത്യയേക്കാൾ കൂടുതൽ അമേരിക്കയുടെ ആവശ്യമായിരുന്നു ഇന്ത്യയായിട്ടുള്ള വ്യാപാര കരാർ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. അതായത് അമേരിക്ക ഒപ്പിടുന്ന വ്യാപാര കരാർ ആർക്ക് വേണ്ടി? അമേരിക്ക ഒറ്റപ്പെടുന്ന സിറ്റുവേഷൻ വന്നു. ഈ ലോകത്ത് അമേരിക്ക ഒറ്റപ്പെടുന്നു എന്ന് വന്നപ്പോഴാണ് ഇന്ത്യ പറയുന്ന ടേംസിൽ വന്നുകൊണ്ട് അമേരിക്കയ്ക്ക് കരാർ ഒപ്പിടേണ്ടി വന്നത്. ഞാൻ മുമ്പൊരിക്കൽ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴല്ല 2-3 മാസം മുമ്പാണ്. എന്താണ് അമേരിക്ക വ്യാപാര കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൽ ഏറ്റവും വലിയ ഉദാഹരണം ജപ്പാനുമായിട്ട് അമേരിക്ക ഉണ്ടാക്കാൻ ശ്രമിച്ച വ്യാപാര കരാർ ആയിരുന്നു. ട്രംപ് ഇത് 2ാം ടൈമിലാണ് പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. ട്രംപിൻ്റെ ആദ്യ ടൈം ഉണ്ടായിരുന്നു 2017 സമയത്ത്. ആ കാലഘട്ടത്തിൽ 2019 മറ്റോ ട്രംപ് ജപ്പാന് മുകളിൽ താരിഫുകൾ അടിച്ചു. എന്നിട്ട് അവരെ വരച്ച വരെ നിർത്തി ചില കരാറൊക്കെ ഒപ്പിടിച്ചു. ജപ്പാനെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിരുന്നു. അതിനുശേഷം വീണ്ടും ജപ്പാന് മുകളിൽ ഇത്തവണയും താരിഫ് അടിച്ചു. എന്നിട്ട് അവരൊപ്പിടേണ്ട ഒരു വ്യാപാര കരാറിൻ്റെ ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ലോകത്ത് പല വിദഗ്ധരും ചർച്ച ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു ചോദിച്ചാൽ, സാധാരണ ജപ്പാൻ ഒരു ഇൻഡസ്ട്രിയൽ നേഷനാണ്. അവിടെ ഉൽപ്പാദനമുണ്ട്, കാറുകൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, യന്ത്രഭാഗങ്ങൾ, യന്ത്രങ്ങൾ എല്ലാം. ഇത് അമേരിക്കയാണ് ഇതിൻ്റെ പ്രധാന ഉപഭോക്താക്കൾ. നമുക്കൊക്കെ അറിയാം, പണ്ട് ടേപ്പ് റെക്കോർഡർ, വാക്മാൻ പോലുള്ള സാധനങ്ങൾ എല്ലാം ഇന്ത്യ പോലും വന്നുകൊണ്ടിരുന്നത് ജപ്പാനിൽ നിന്നാണല്ലോ. അങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്ത് ലോകം മുഴുവൻ വിറ്റ് അവർ പൈസ ഉണ്ടാക്കുമായിരുന്നു. അമേരിക്ക പറയുന്നത്, നിങ്ങൾ ഇനി അവിടെ ഉൽപ്പാദിപ്പിക്കേണ്ട, നിങ്ങളുടെ വ്യവസായികൾ ഇവിടെ വന്ന് കമ്പനി തുടങ്ങും, എന്നിട്ട് ഇവിടുന്ന് വിറ്റോ, എന്നിട്ട് അതിൻ്റെ ലാഭവിഹിതം 10% ജപ്പാനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അമേരിക്ക പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള പലതരം കുരുക്കുകൾ. ഇത് കൂടാതെ അമേരിക്കയിലെ ഉൽപ്പന്നങ്ങൾ, ചോളം, ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ, പിന്നെ ഡയറി ഉൽപ്പന്നങ്ങൾ, മിൽക്കിൻ്റെ പ്രോഡക്ട്സ്, ദെൻ മാംസത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം ജപ്പാൻ വാങ്ങണം, അതും വളരെ കുറഞ്ഞ തീരുവയിൽ. അപ്പം ജപ്പാനിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും കുറഞ്ഞ ചിലവിൽ അമേരിക്ക കൊടുക്കുകയും ഒരു ജപ്പാൻകാരന് വിൽക്കാൻ പറ്റുന്നതിനേക്കാളും കുറഞ്ഞ ചിലവ് അമേരിക്കാരന് വിൽക്കാനും പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്കും ജാപ്പനീസ് മാർക്കറ്റുകൾ അമേരിക്കൻ പ്രോഡക്ട്സ് കൊണ്ട് ഫ്ലഡ് ചെയ്യും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവസാനം ആൾക്കാർക്ക് അതേ വാങ്ങാൻ താല്പര്യം ഉണ്ടാവുള്ളൂ, കാരണം വിലക്കുറവ്. ഇത്തരം ഒരു മനോഭാവമാണ് അമേരിക്ക ഉണ്ടായിരുന്നത്. അതെല്ലാം മാറിയിരിക്കുന്നു ഈ കരാറിൽ. ആദ്യം ഇന്ത്യയോടും പറഞ്ഞിരുന്നത് അങ്ങനെയാണ്, കുറഞ്ഞ ചിലവിൽ നിങ്ങൾ ചോളം വാങ്ങണം. എടുത്തവർ പറഞ്ഞിരുന്നു, 140 കോടി ജനങ്ങളുടെ രാജ്യം ചോളം വാങ്ങുന്നില്ല, എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അമേരിക്കയ്ക്ക് അവസാനം ഈ പറഞ്ഞ ചോളത്തുള്ള കടമ്പിടുത്തം ഉപേക്ഷിക്കേണ്ടി വന്നു, ഡയറി പ്രോഡക്ട്സ് ഉപേക്ഷിക്കേണ്ടി വന്നു, പച്ചക്കറികളിൽ ഉപേക്ഷിക്കേണ്ടി വന്നു, മാംസോൽപ്പന്നങ്ങൾ എല്ലാം തന്നെ ഒന്നും നടക്കില്ല എന്നായി. പ്രീമിയം ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ എന്തെങ്കിലും അവർക്ക് ഇളവ് കൊടുക്കാനുള്ളൂ. പ്രീമിയം ഉൽപ്പന്നങ്ങൾക്ക് പതിനും വില കൂടുതലാണ്. സാധാരണ ഇന്ത്യക്കാരൻ ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ അതൊരു കീഴടങ്ങലിൻ്റെ ഭാഷയിലേക്ക് അമേരിക്ക വന്നിരിക്കുന്നു. ഇങ്ങനെ എങ്ങനെ മാറിപ്പോകാൻ പറ്റി? അതിന് കാരണം ഇന്ത്യ കുറച്ച് ടൈം എടുത്തു. കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ നമ്മുടെ ജയശങ്കറോ അല്ല അജിത് ഡോവലോ മറ്റോ US പോയിരുന്നു. മാർക്ക് റൂബിയോട് കൃത്യമായിട്ട് കാര്യം പറഞ്ഞു, ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്. എന്തിനു കാത്തിരിക്കാൻ? ആ പ്രസിഡൻറ്റ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ടൈം തീർന്നിട്ട് ഇറങ്ങിപ്പോകണം വരെ കാത്തിരിക്കാൻ തയ്യാറാണ്. അടുത്ത ആൾ വരട്ടെ, അന്നേരം ഞങ്ങൾ ഒപ്പിട്ടോളാം എന്ന് കഠിനമായ ഭാഷയിൽ പറഞ്ഞു. ഏതാണ്ട് ആ സമയത്താണ് താരിഫ് അടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ട്രംപിന് വാശിയായി, ബഹളമായി. താരിഫ് അടിക്കണം, താരിഫിന് പോലും താരിഫ് അടിക്കണം. ഇന്ത്യ കുലുങ്ങുന്നില്ല. പക്ഷേ ഇന്ത്യ അന്നേരം ഹോംവർക്ക് ചെയ്തു. ഇന്ത്യ പലരുമായിട്ടും പുതിയ കരാറുണ്ടാക്കി, പല രാജ്യങ്ങളുമായിട്ട്. അതിലേറ്റവും പ്രധാനമാണ് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിളിക്കപ്പെട്ട യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാർ. ആ കരാർ വന്നതോടുകൂടി അമേരിക്ക ഒറ്റപ്പെട്ടു. എന്തുകൊണ്ട് അമേരിക്ക ഒറ്റപ്പെട്ടു എന്ന് ചോദിച്ചാൽ, അമേരിക്ക വെറുപ്പിച്ചത് ഇന്ത്യയെ മാത്രമല്ല, ലോകരാജ്യങ്ങളെ മുഴുവനാണ്. ഇസ്രായേൽ ഒഴിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും മുകളിൽ താരിഫ് അടിച്ചിട്ടുണ്ട്. 10-15% തൊട്ട് മേപ്പോട്ട് താരിഫ് അടിച്ചേക്കാണ്. ഇസ്രായേലിന് മാത്രമേ ഇല്ലാത്തുള്ളൂ. അപ്പോൾ അമേരിക്ക ഇസ്രായേലും ഞങ്ങൾ മാത്രം, ബാക്കി എല്ലാവർക്കും താരിഫ്, ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ബിസിനസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റിയാണ്. അവസാനം പല രാജ്യങ്ങളും ഇന്ത്യയോടൊപ്പം എടുക്കുന്നു. ഇന്ത്യ തന്നെ അതിശക്തമായ വേറൊരു രാഷ്ട്രീയ ചേരി സൃഷ്ടിക്കുന്നു, ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട്. ഇത്രയൊക്കെ വന്നതോടെ US ഒരു കാര്യം മനസ്സിലായി, ഇനി ഇന്ത്യ പറയുന്ന ടൈംസിലേ മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ 3 കൊല്ലം ട്രംപ് ഇങ്ങനെ മുന്നോട്ട് പോകും. ട്രംപ് ഇറങ്ങിക്കഴിയുമ്പോൾ വേറെ പ്രസിഡന്റ് വരും, അയാൾ താരിഫൊക്കെ കുറയ്ക്കും. കാരണം ഇത് പ്രാക്ടിക്കലല്ല. അമേരിക്കയിലെ എല്ലാ പൊളിറ്റീഷ്യൻസിനും അറിയാം, അവരുടെ നയരൂപകർത്താക്കൾക്ക് അറിയാം, പോളിസി മേക്കേഴ്സിന് വിവരമുണ്ട്, അവരുടെ സൈന്യത്തിന് വിവരമുണ്ട്.
അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കറിയാം ഇങ്ങനെ ഒരു കാര്യം ഇത് കൊണ്ടുപോയാൽ അമേരിക്ക ഗുണമാവില്ലെന്ന്. സാമ്പത്തിക ശാസ്ത്രജ്ഞർ, ജെഫ്രി സാക്സിനെ പോലുള്ള പ്രൊഫസർമാർ, ഇവരൊക്കെ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ മണ്ടത്തരാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് ഒരിക്കലും ഇന്ത്യയെ കീഴടക്കി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നവർ പറയുന്നുണ്ട്. കീഴടക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ നിങ്ങളുടെ സബോർഡിനേറ്റ് നേഷനാക്കി കണ്ടുകൊണ്ട് പോകാൻ പറ്റില്ല എന്നാണ് അമേരിക്കയോട് പറഞ്ഞത്. ഇന്ത്യക്ക് ഇന്ത്യയുടെ വ്യക്തിത്വമുണ്ട്, അതൊരിക്കലും അമേരിക്കയുടെ സഖ്യകക്ഷി പോലുമല്ല. അവരുമായിട്ട് ഈക്വൽ ടൈംസിൽ മാത്രമേ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നേരത്തെ എല്ലാവരും മുന്നറിയിപ്പ് കൊടുത്താണ്. അവസാനം ട്രംപിന് മനസ്സിലായി, യൂറോപ്യൻ യൂണിയനും കൂടെ കരാർ ഒപ്പിട്ടു. യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ ട്രംപുമായിട്ട് വലിയ ഉടക്കിലാണ്. ഗ്രീൻലാൻഡ് വിഷയം കൂടെ വന്നുകൂടി യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചു, ഇനി രക്ഷയില്ല, തീരുമാനം എടുത്തേ പറ്റൂ. അവർ മാരകമായൊരു സ്റ്റെപ്പിലേക്കാണ് കടന്നത്. കാരണം അമേരിക്കയുടെ എല്ലാ താല്പര്യങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഇന്ത്യയായിട്ട് കരാർ ഒപ്പിട്ടു. അത് വന്നതോടുകൂടി ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് മാത്രമായിട്ടൊരു കരാർ വേണ്ടി വന്നു. എങ്കിലും അമേരിക്ക പ്രസ്റ്റീജിയസ് ആയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കരാറിലൊന്നും മിണ്ടുന്നില്ല. ഇപ്പോൾ റഷ്യ എന്ന എണ്ണ വാങ്ങരുത് എന്ന് കരാറിൽ വ്യവസ്ഥയില്ല. റൂബിൾ വ്യാപാരം അത് പാടില്ല എന്നൊരു വ്യവസ്ഥയില്ല. കാരണം അമേരിക്ക വേണമെങ്കിൽ ഇതിനകത്ത് നിർബന്ധമായും ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്താമായിരുന്നു. ഡീഡോളറൈസേഷനിലേക്ക് പോകുന്ന ഒരു സ്റ്റെപ്പ് ഇന്ത്യ എടുക്കരുത് എന്ന് കരാറിൽ പറയാമായിരുന്നു. ട്രേഡ് ഡീലിൽ നമ്മൾ അമേരിക്കയായിട്ട് ഡീല് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ധാരണയായി ഒപ്പുവയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് മലേഷ്യ മോടിപ്പോയി. എന്നിട്ട് മലേഷ്യയായിട്ടുള്ള വ്യാപാരം എന്താണ്? അതും മലേഷ്യയുടെ കറൻസിയും നമ്മുടെ റുപ്പിയായിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ ഡീഡോളറൈസേഷൻ പാടില്ല എന്ന് അമേരിക്ക പറയുമ്പോൾ നമ്മളതിൻ്റെ ഒരു വിലയും കൊടുക്കുന്നില്ല, കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ അമേരിക്കയും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അതിൽ ഇത്രത്തോളം കണ്ണുകടി ഉണ്ടാകാനുള്ള കാരണം? അതെ, അത് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ആഗോള രാഷ്ട്രീയത്തിൻ്റെ അഥവാ ജിയോ പൊളിറ്റിക്സിൻ്റെ ബേസിക് ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കിയാൽ ആ കാര്യം പിടികിട്ടും. എന്തിനും ഒരു ബേസിക് ഇക്വേഷൻ ഉണ്ട്. അടിസ്ഥാനപരമായിട്ട് ഒരു നാട്ടിൽ നമ്മൾ പുതിയതായിട്ടൊരു നാട്ടിൽ ചെല്ലും, നമ്മളവിടെ ആരോട് ഇടപെടണം എന്നുള്ളതിൽ പോലും അടിസ്ഥാനപരമായിട്ട് ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ആ നാട്ടിലെ അത്യാവശ്യം നമുക്കൊരു നല്ല കാര്യം നടത്തിയെടുക്കാനാണെങ്കിൽ നമ്മൾ നല്ലവരായിട്ട് ഇടപെടണം. കുഴപ്പക്കാരാണെങ്കിൽ അവിടുത്തെ കൊട്ടേഷൻകാരുമായിട്ട് കാണും. ഇതാണല്ലോ ഒരു ബേസിക് ഇക്വേഷൻ. എന്ന് പറഞ്ഞ പോലെ ഈ ലോകത്ത് രണ്ട് ചേരിയുണ്ട് അടിസ്ഥാനമായിട്ട്. ഇത് ആരാണ് നല്ലവൻ ആരാണ് ചീത്ത നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും രണ്ട് ചേരിയുണ്ട്. ഒന്ന് അമേരിക്കൻ ചേരിയാണ്, മറ്റേത് റഷ്യൻ ചേരിയാണ്. റഷ്യൻ ചേരി പണ്ട് USSR ചേരിയായിരുന്നു, ഇപ്പോൾ റഷ്യൻ ചേരി എന്ന് അറിയപ്പെടുന്നു. ഏകധ്രുവ ലോകം അമേരിക്ക സൃഷ്ടിച്ചു എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നതെങ്കിലും അങ്ങനെയല്ല ഉണ്ടായത്. USSRൻ്റെ പതനശേഷവും റഷ്യ ആദ്യം കുറഞ്ഞ ശക്തിയിലും പിന്നെ അതിശക്തമായിട്ട് മുന്നോട്ട് പോയി. റഷ്യയും ചൈനയും അവരുടെ സഖ്യരാഷ്ട്രങ്ങളും ഒരുമിച്ച് തന്നെ നിന്നു. ഇന്ത്യ അതിനകത്ത് ഒരു സൈലൻറ്റ് പാർട്ട്ണറായിട്ട് എപ്പോഴും നിൽപ്പുണ്ടായിരുന്നു. USSR തകരുന്നതിന് മുമ്പും അതിനുശേഷവും ഇന്ത്യ ആ ഒരു പക്ഷത്തുണ്ട്. അതിനെ നമ്മൾ ഒരു സൈനിക സഖ്യമായിട്ട് പറയാനോ അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചില കരാറുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ മേടിക്കുന്നത് കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് റഷ്യയിൽ നിന്ന് വാങ്ങാനാണ്. റഷ്യയിൽ നിന്ന് ടെക്നോളജി ഉൾപ്പെടെ പലതും കിട്ടുമായിരുന്നു. റഷ്യൻ എഞ്ചിനീയേഴ്സുമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. എല്ലാ അർത്ഥത്തിലും റഷ്യയും നമ്മൾ തമ്മിൽ ഒരുമിച്ചാണ് മുന്നോട്ട് പോയത്. അതിൽ ഏറ്റവും അവസാനത്തെ USSR തകരണ സമയത്ത് അവസാനത്തെ കരാർ എന്ന് പറയുന്നത് ക്രയോജനിക് എഞ്ചിൻ കരാറാണ്. ഈ ക്രയോജനിക് എഞ്ചിൻ കരാർ അത് തകർക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ചാര കേസെന്നൊരു വിവാദം പോലും ഉണ്ടാക്കിയത്. കാരണം ക്രയോജനിക് എഞ്ചിൻ കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റുകളായിരുന്നു അതിനകത്ത് ഉന്നം വെച്ചത്. അമേരിക്ക അങ്ങനെ പല കളിയും കളിക്കും. കാരണം എന്ന് വെച്ചാൽ അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരു ഗ്രൂപ്പ് വളർന്നു വരുന്നത് അവരിഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇന്ത്യ ഒറ്റപ്പെട്ട് നിന്നാൽ, അതായത് ചൈന റഷ്യ രണ്ടും വലിയ സൈനിക ശക്തികളാണ്. അതിൽ ചൈന സാമ്പത്തിക ശക്തിയാണ്. അമേരിക്ക കഴിഞ്ഞാൽ അടുത്ത സാമ്പത്തിക ശക്തി ചൈനയാണ്, റഷ്യ സൈനിക ശക്തിയാണ്. ഇന്ത്യ ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരു പ്രത്യേക സംഭവമാണ്. വലിയൊരു സാമ്പത്തിക ശക്തിയാണ്, വലിയൊരു സൈനിക ശക്തിയാണ്. അപ്പം ലോകത്തെ ഏറ്റവും വലിയ 3 പവർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും ചൈനയും ചേരുന്ന ഈ 3 രാജ്യങ്ങൾ. ഇത് ചേർന്ന ഒറ്റ ബ്ലോക്കായാൽ അതിനെ സൈനികമായിട്ട് പിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. മാത്രമല്ല അമേരിക്കയ്ക്ക് തന്നെ ഈ ലോകത്ത് തോൽപ്പിക്കാൻ പറ്റാത്ത, ഇല്ലെങ്കിൽ തോൽപ്പിച്ച് ഭരിക്കാൻ പറ്റാത്ത 3 രാജ്യങ്ങളേ ഉള്ളൂ. മഡുറോ എടുത്ത് കാണിച്ച പോലത്തെ പരിപാടി കാണിക്കാൻ ഇന്ത്യ എടുത്ത് പറ്റില്ല, റഷ്യ എടുത്ത് പറ്റില്ല, ചൈന എടുത്ത് പറ്റില്ല. ബാക്കി ആരുടെ അടുത്തും പറ്റും. ഇറാൻ്റെ അടുത്ത് പോലും പറ്റിയേക്കും. എന്നാലും പ്രശ്നങ്ങളുണ്ട്, അത്ര എളുപ്പമല്ല. പക്ഷേ ഇന്ത്യയൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അമേരിക്ക നോക്കുന്നത് ഒരു എതിർ രാഷ്ട്രീയ ചേരി ഉണ്ടാവരുത്, നമ്പർ 1. ഒരു എതിർ സാമ്പത്തിക ചേരി ഉണ്ടാവരുത്. ഇന്ത്യ ശ്രമിക്കുന്നത് ഒരു എതിർ സാമ്പത്തിക ചേരി ഉണ്ടാക്കാനാണ്. ഈ ബേസിക് ഇക്വേഷൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞ അമേരിക്കൻ ചേരിയും റഷ്യൻ ചേരിയും. ഇന്ത്യ ഉണ്ടാക്കുന്ന ഈ പുതിയ സാമ്പത്തിക ചേരി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് അമേരിക്ക എതിർക്കുന്ന റഷ്യൻ ചേരി ശക്തിപ്പെടുകയാണ്. ഇതുകൊണ്ടാണ് റഷ്യ ഇന്ത്യയിൽ തമ്മിൽ തെറ്റണം, ഇല്ല അകലണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതും കൂടി ലക്ഷ്യം വെച്ച് റഷ്യയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനും
എതിർ സാമ്പത്തിക ഏരിയ തകർക്കാനും വേണ്ടിയിട്ടാണ് ബൈഡൻ്റെ കാലത്ത് തന്നെ ഉക്രൈൻ യുദ്ധം തുടങ്ങി. അമേരിക്ക തുടങ്ങി വെച്ചതാണ്. എന്നുവെച്ചാൽ അമേരിക്ക ഉക്രൈനെ പ്രേരിപ്പിച്ച യുദ്ധത്തിൽ എത്തിക്കുന്നതാണ്. റഷ്യയെ പ്രകോപിപ്പിച്ച് ഒരു യുദ്ധം ഇൻവൈറ്റ് ചെയ്യിച്ചു. ഇതേ പരിപാടി ഇന്ത്യ എടുത്തെടുക്കാൻ നോക്കി. ബംഗ്ലാദേശിനെ പ്രകോപിപ്പിച്ച്, ബംഗ്ലാദേശിനെ കൊണ്ട് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നു, അങ്ങനെ യുദ്ധത്തിലേക്ക് എത്തിക്കാൻ. അത് വന്നാൽ ഇപ്പോൾ റഷ്യ യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കണ പോലെ നമ്മളും കുടുങ്ങിക്കിടക്കേണ്ടി വരുമായിരുന്നു. ഇന്ത്യ ബുദ്ധിപൂർവ്വമാണ് തീരുമാനമെടുത്തത്. അതുപോലെ തന്നെ റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ അമേരിക്ക പ്രശ്നം ഉണ്ടാക്കും, അറിയാം. അവരെപ്പോഴും ഒരു ഡിമാൻഡ് മുന്നിൽ വെച്ചിരുന്നതാണ്. സാർ, ഇപ്പോൾ ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു ഡീല് വരുന്നുണ്ടല്ലോ, ആ ഡീല് വരുമ്പോൾ സത്യത്തിൽ നേട്ടം ഇന്ത്യക്കാണോ അമേരിക്കയാണോ? അപ്പോൾ നമ്മൾ ഓഫ് റെക്കോർഡ് സംസാരിക്കുമ്പോൾ പറഞ്ഞു സാറ്, UPI പോലുള്ള സംവിധാനങ്ങൾ അമേരിക്കയിലും ഉണ്ടാകാൻ തീർച്ചയായിട്ടും അത് എല്ലാ അർത്ഥത്തിലും വളരെ മിനിമം 1-2 ഹിക്കപ്സ് ഒഴിച്ചാൽ ഇന്ത്യക്കാണ് നേട്ടം. ആ മിനിമം 1-2 എന്ന് ചോദിച്ചാൽ ചില പഴ ഉൽപ്പന്നങ്ങൾ, ആപ്പിൾ പോലുള്ളതിന് അതിന് ചിലപ്പം താരിഫ് ഇളവ് കൊടുക്കേണ്ടി വരും. പക്ഷേ എല്ലാ ഇന്ത്യക്കാരും കഴിക്കുന്നതല്ല. മൊത്തത്തിൽ ഇന്ത്യക്കാർക്ക് ആവശ്യമുള്ളതും ഇന്ത്യൻ കർഷകനെ ബാധിക്കുന്നതും ചോളത്തിനും ഗോതമ്പിനും അരിക്കുമൊക്കെ ഇളവ് കൊടുത്താലാണ്. അത് ചെയ്യുന്നില്ല. ചില പ്രീമിയം ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇളവ് കൊടുക്കുന്നുള്ളൂ. പ്രീമിയം ഉൽപ്പന്നം സാധാരണ ഇന്ത്യക്കാരൻ വാങ്ങുന്നതല്ല. അതുകൊണ്ട് അതും കുഴപ്പമില്ല. പിന്നെ ഒരു സംഭവം വരുന്നത് കാറുകളുടെ കാര്യത്തിലാണ്. ഈ കാറ് എന്ന് പറയുന്നത് വളരെ ഹൈ ക്വാളിറ്റി കാർ വളരെ വില കുറച്ച് ഇവിടെ വരും. അപ്പോൾ ഇവിടുത്തെ കാർ കമ്പനികൾക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടാകും. സ്വയം ക്വാളിറ്റി കൂട്ടേണ്ടി വരും, വില കുറയ്ക്കേണ്ടി വരും. അത് കാർ കമ്പനികളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലും ഇന്ത്യക്കാരൻ്റെ താല്പര്യത്തിന് വിരുദ്ധമൊന്നുമല്ല. നല്ല സാധനം ഇവിടെ കിട്ടും എന്നുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇത്തരം സംഭവങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പറയുമ്പം ഓൾ ടുഗദർ നോക്കിയാൽ ഈ കരാർ എന്തുകൊണ്ടും ഇന്ത്യക്കൊരു വലിയ നേട്ടമാണ്. ഒന്ന്, അമേരിക്കയിൽ നമുക്ക് മാർക്കറ്റുണ്ട്. നമുക്ക് വളരെ ഇളവുകൾ കിട്ടി. ശരിക്ക് കിറ്റക്സിൻ്റെ ഈ ഇന്ത്യ അമേരിക്ക ഡീല് വരുന്നു, താരിഫ് 18% കുറയ്ക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ അടുത്ത നിമിഷം തന്നെ സംഭവിച്ചത് വിതിൻ 24 hours കിറ്റക്സുകാർക്ക് 300 കോടിയുടെ പുതിയ ഓർഡറാണ് അമേരിക്കയിൽ നിന്ന് വന്നത്. ഇങ്ങനെ സംഭവം ഉണ്ടായി. ഇതുപോലെ പല മുന്നേറ്റങ്ങളും വരികയാണ്. ധാരാളം പുതിയ ഓർഡേഴ്സ്. നമ്മുടെ അരൂർ ഉൾപ്പെടുന്ന മേഖലയിൽ സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് ഉണ്ട്. അവിടെ പലരുടെയും ജോലി പോണ സ്ഥിതിയായിരുന്നു. അത് മാറി. അവിടെ നിന്ന് ഇനി എക്സ്പോർട്ട് കൂടുതൽ പോകും. അതായത് പിന്നെ കേരളത്തിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ പല രീതിയിൽ നമുക്ക് വിൽക്കാൻ പറ്റും. ഇവിടെ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലോട്ട് പോകും. ഇതൊക്കെ കൊണ്ട് നമുക്ക് വളരെ മെച്ചമാണ് ഈ കരാർ എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ഊർജ്ജ സുരക്ഷ എന്ന് പറയുന്നത് അതിനെ ബലി കഴിക്കാതെയാണ് ഈ കരാർ വയ്ക്കുന്നത്. അതിനപ്പുറം സെമി കണ്ടക്ടർ ഫാക്ടറീസ് ഇന്ത്യയിൽ വരാൻ പോവാണ് അമേരിക്ക എന്നുള്ളവരുടെ. ഞാനിതിനെ ഒരു ഏറ്റവും വലിയ ഭാവി കാലത്തേക്കുള്ള മെച്ചമായിട്ട് കാണുന്നത്. അതായത് ഭാവി എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സയൻസ്, ദെൻ സെമി കണ്ടക്ടർ വ്യവസായം, അതായത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയ ഉൽപ്പാദനം. ഇതിനെല്ലാം മുതൽക്കൂട്ടാവുന്ന ഒരു അടിസ്ഥാന സൗകര്യമാണ് സെമി കണ്ടക്ടർ ഫാക്ടറീസ് വരിക എന്നുള്ളത്. ഇന്ത്യയുടെ ഒരു വലിയ കുഴപ്പം അങ്ങനെയൊന്നുമില്ല. പണ്ട് ചണ്ഡീഗഡിലുണ്ടായിരുന്നു 80കളിലോ മറ്റോ, അത് തീ പിടിച്ചു പോയി. CIA ആണ് അതിൻ്റെ പുറകിൽ നിന്നാണ് പറയണത്. ഇതിനുശേഷം വീണ്ടും ഒന്നും ഉണ്ടായില്ല. അവസാനം വന്ന് ചൈനയും തായ്വാനും മാത്രമായി. അമേരിക്കയിലും പരിമിതമായ തോതിൽ ഉൽപ്പാദനമുണ്ട്. ഇപ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നത് ഇന്ത്യ വലിയൊരു സെമി കണ്ടക്ടർ ഹബ്ബ് ആക്കാനാണ്. അതിനുവേണ്ടി പ്ലാൻ ചെയ്ത സ്ഥലങ്ങളിൽ ഫാക്ടറി കൊണ്ടുവരാൻ ഒരെണ്ണം തിരുവനന്തപുരമായിരുന്നു, ഒന്ന് ഗുജറാത്ത്, ഒന്ന് അസം, 3 സ്ഥലത്ത് കൊണ്ടുവരാനാണ് നോക്കുന്നത്. ഇതിലേതൊക്കെയാണ് ഇപ്പോൾ വരുന്നതെന്ന് എനിക്കറിയാൻ മേല. പക്ഷേ 50,000-ൽ കൂടുതൽ പ്രൊഫഷണൽസിനെ സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. ഒരു അമേരിക്കൻ കമ്പനി ഇവിടെ വരുമ്പോൾ ജോലി ചെയ്യാനിവിടെ ആളുണ്ട്. നേരത്തെ ആ ട്രെയിനിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ മുന്നേ കൂട്ടി ട്രെയിനിങ് കൊടുത്തു. തായ്വാനിൽ നിന്ന് കമ്പനി വരും, ചൈനയിൽ നിന്ന് വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അമേരിക്കയിൽ നിന്ന് വരും, യൂറോപ്പിൽ നിന്നും വരും. യൂറോപ്യൻ യൂണിറ്റ് കരാർ പ്രകാരം അവിടെ നിന്ന് കമ്പനികൾ ഇന്ത്യ വരും. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒന്നാമത്തെ അമേരിക്കയിൽ ഉള്ളതിനേക്കാളും കുറഞ്ഞ ചിലവിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഉണ്ടാക്കുന്ന സാധനം അമേരിക്ക വാങ്ങേണ്ടി വരും. മൊബൈൽ ഫോണുകളുടെയും ലാപ്ടോപ്പിൻ്റെയും കാര്യത്തിൽ നാളെ ഇന്ത്യ രാജാവാകുമെന്നൊരു സംഭവം കൂടി ഈ കരാറിൻ്റെ ഭാഗമാണ്. ഇതുകൂടാതെ H-1B വിസയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പോകുന്നു. H-1B വിസ പോകുന്നവരുടെ സ്പൗസ് പങ്കാളികൾക്ക് അവിടെ ജോലി ചെയ്യാൻ വിസ കിട്ടാൻ പോകുന്നു. മുമ്പുണ്ടായിരുന്നില്ല എന്നാകട്ടെ, ഇനി വരാൻ പോകുന്നു. ഇങ്ങനെ പല പല കാര്യങ്ങളും. ഇതുപോലെ റിസർച്ച് മേഖല, വിദ്യാർത്ഥികളുടെ അങ്ങോട്ടുള്ള എക്സ്ചേഞ്ച്. ഒരു IIT സ്റ്റുഡൻറ്റിന് അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പകുതി IITയിലും പകുതി വേണേൽ ഹാർവാർഡിലും പഠിക്കാം. രണ്ടിടത്തുനിന്നും ഡിഗ്രി കിട്ടുന്നൊരു സംവിധാനം. അമേരിക്കയിൽ പഠിക്കുന്നതിൻ്റെ പകുതി ചിലവിൽ ഈ പഠനം തീർക്കാൻ പറ്റും. ചുരുക്കത്തിൽ അനേകം തരത്തിൽ ബെനഫിറ്റ് ആവുകയാണ്. ഇതിനൊക്കെ പുറമെയാണ് ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്നറിയപ്പെടുന്ന UPI. അത് അമേരിക്കയിലും കൂടെ നടപ്പാവുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഇന്ന് അമേരിക്കയിൽ ഗൂഗിൾ പേ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടുന്ന് ഈ സംവിധാനം അവിടെ ചെല്ലുകയും അമേരിക്കയിലുള്ള ഇന്ത്യക്കാരന് UPI വഴി ഇന്ത്യയിലേക്ക് പണം അയക്കാനും പറ്റും. സാമ്പിളായിട്ട് ആദ്യം കുറേ നഗരങ്ങളിലാണ് വന്നത്. സാൻ ഫ്രാൻസിസ്കോ, ന്യൂയോർക്ക് തുടങ്ങിയുള്ള നഗരങ്ങളിൽ ആദ്യം ഇത് വന്നിട്ട് പിന്നെ അമേരിക്കയിൽ ഇത് വ്യാപിക്കും. ഇപ്പം നിലവിലുള്ള എന്തായാലും അമേരിക്കയിലുള്ള ഇന്ത്യ എന്നുള്ള ബാങ്കുകളായിരിക്കും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് പൊതുജനങ്ങളിലേക്ക് പോകും. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ഉൽപ്പന്നമാണ് IT മേഖലയിലെ, ഒരുപക്ഷെ ഒരേ ഒരു ഉൽപ്പന്നമാണ് UPI എന്ന് പറയുന്നത്.
അത് അമേരിക്കയിലേക്ക് ചെല്ലുന്നതോടെ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ ചെറുതല്ല. നമ്മുടെ ഒരു സംഭവം അമേരിക്കയെ കീഴടക്കാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ കരാർ എല്ലാം കൊണ്ടും ഇന്ത്യക്ക് ഗുണകരമാണ്. പിന്നെ അതിനകത്ത് അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇതെല്ലാം നമ്മൾ നേടാൻ ആഗ്രഹിച്ച് റഷ്യൻ താല്പര്യങ്ങളെ ബലികഴിച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ റഷ്യയുള്ള നമ്മുടെ ബന്ധത്തെ ബലികഴിച്ചുകൊണ്ടാണോ? അല്ല എന്നാണ് ഒരു ഉത്തരം. നമ്മൾ ആ ഓയിൽ വാങ്ങുന്നത് കണ്ടിന്യൂ ചെയ്യും. അമേരിക്ക വരണോ അവർ വാങ്ങില്ല, നമ്മളതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. മിണ്ടാത്തതിന് കാരണം എന്ന് വെച്ചാൽ അവൻ എന്തും പറഞ്ഞോട്ടെ, ട്രംപ് എന്തും പറയും, നമുക്കറിയാം, വായി തോന്നി വിളിച്ചു പറയും, പറഞ്ഞോട്ടെ. ഇതിനു മുമ്പും ഇന്ത്യ അതിൽ പ്രതികരിക്കാൻ പോയിട്ടില്ല. പക്ഷേ ഇന്ത്യ പണിയെടുക്കരുത്. അതുതന്നെ ഇവിടെ സംഭവിക്കും. ഇന്ത്യ നേടും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്.